ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്നലെ നടന്ന ഫുട്ബോൾ ഗെയിംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലാലിഗയുടെ ഗെയിം തന്നെ തുടങ്ങാം. കാര്യം ഞാൻ ലാലിഗയുടെ ഗെയിം കണ്ടില്ല, പക്ഷേ ഞാൻ റീപ്ലേ കുറച്ച് കണ്ടു. അപ്പോൾ തന്നെ ഗെയിമിൻ്റെ സ്ഥിതി മനസ്സിലായി എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ലാലിഗനെ പറ്റി തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഇന്നലെ നടന്നത് റയൽ മാഡ്രിഡിൻ്റെ ഗെയിമാണ്. ബെർണബാവുവിൽ സെവിയയിലാണ് നടന്നത്. 2-0 റയൽ മാഡ്രിഡ് ജയിച്ച് വരുന്നതാണ് കണ്ടത്. അപ്പോൾ മാഡ്രിഡിൻ്റെ ഇപ്പോഴത്തെ സ്ക്വാഡിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ രണ്ട് സസ്പെൻഷൻ എന്തുണ്ട്. കറേറസും എൻട്രിക്കും സസ്പെൻഡഡാണ്. പിന്നെ അല്ലാണ്ട് തന്നെ നിറച്ച് ഇഞ്ചുറീസ് ഉണ്ട്. അപ്പോൾ അതായത് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചില സമയത്ത് ഡൗട്ടായി പോകും. നമുക്ക് ഫ്രണ്ടിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട്, പക്ഷേ സ്റ്റിൽ ആ ഡിഫൻസ് നോക്കുമ്പോൾ ദേ ലുക്ക് ഷേക്കി ഓൺ പേപ്പർ. പക്ഷേ ഇന്നലെ അവർ നല്ലോണം കളിച്ചു. അതായത് ഫോർ ദെയർ സ്റ്റാൻഡേർഡ്സ് ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ വെച്ചാൽ അതായത് മാനേജറിൻ്റെ അവർ ഇപ്പോൾ മീഡിയ പുറത്ത് വിടുന്ന പ്രകാരം മാനേജർ നിന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇന്നലെ നടന്നൊരു പെർഫോമൻസ് അവർക്കൊരു ബ്രീത്തിങ് സ്പേസ് ആണ്. ആൻഡ് ബാർസലോണയായിട്ടൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റും ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് ലോങ് വേ ടു ഗോ ഫോർ ഓൾ ലീഗ്സ് ആൻഡ് ഓൾ ക്ലബ്സ്. അപ്പോൾ ഇത് ഇപ്പോൾ അവർ ഇന്നലത്തെ 2-0 ജയിക്കുമ്പോഴും അതായത് മാഡ്രിഡിന് ഗെയിംസ് കിൽ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് മാഡ്രിഡിന്. അവർ ട്രാൻസിഷനിൽ ദേ ഗെറ്റ് ട്രബിൾ. അത് ഓവറോൾ ഓഫ് ദ ബോൾ വർക്ക് റേറ്റിൻ്റെ പ്രശ്നമാണ് ആ ടീമിന്. അപ്പോൾ അത് എങ്ങനെ ചാബി അലോൺസോ സോൾവ് ചെയ്യും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ചില 2-3 ഇൻസ്റ്റൻസുകളിൽ സെവിയ ടിബോക്കോട്ടോനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിബോക്കോട്ടോ അത് രക്ഷിച്ചു എന്ന് തന്നെ അറിയാം മാഡ്രിഡിനെ 2-3 ഇൻസ്റ്റൻസിൽ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ബെല്ലിംഗമിൻ്റെ ഗോളും എംബാപ്പയുടെ ഒരു പെനൽറ്റിയിലുമാണ് അവർ ജയിച്ച് കയറിയത്. pretty കൺവിൻസിങ് റിസൾട്ട് തന്നെയാണ്. ആൻഡ് ആ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിന്ന് വളരെ അത്യാവശ്യമാണ് ഫോർ റയൽ മാഡ്രിഡ്. ആൻഡ് ഓവറോൾ കളി നോക്കുകയാണെങ്കിൽ അതായത് അവർ ജയിച്ചു. ആൻഡ് സെയിം അവരുടെ കോപ്പ ഡെൽ റേയിലെ ഗെയിം പോലെ തന്നെ അവർ ചാൻസുകൾ കൺസീഡ് ചെയ്യണം. ചാൻസുകൾ അതും ലാറ്റർ എൻഡ് ഓഫ് ദ ഗെയിം അതൊരു 50-55 മിനിറ്റ് കഴിയുമ്പോൾ കൺസീഡ് ചെയ്യണം. അത് കഴിഞ്ഞ് സെവിയയ്ക്ക് റെഡ് കാർഡും കിട്ടി. അപ്പോൾ ഓവറോൾ മാഡ്രിഡ് ഇതൊരു ഡീസൻറ്റ് പെർഫോമൻസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, വിത്ത് അവരുടെ സൂപ്പർ സ്റ്റാർസ് ഓൺ പേപ്പർ. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിക്ടറി എനിക്ക് തോന്നുന്നു അവരെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആൻഡ് എംബാപ്പെ റൊണാൾഡോയുടെ ഒരു കലണ്ടർ ഇയറിലെ ഗോൾ ടാലിയായിട്ട് ഈക്വലൊക്കെ ആയിരിക്കുകയാണ്. ആൻഡ് ഹീസ് ബീൻ ലിറ്ററലി ക്യാരിങ് ദ ടീം, സ്കോറിങ് ഗോൾസ് ആൻഡ് എല്ലാം കൊണ്ടും ഡേറ്റ വൈസൊക്കെ നോക്കി ഐ തിങ്ക് ഈസ് ദ ബെസ്റ്റ് ഫോർവേഡ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ വിത്ത് ഏർലിംഗ് ഹാലൻഡ് ആൻഡ് ഹാരി കെയ്ൻ. അപ്പോൾ അത് ലിറ്ററലി പുള്ളി അതും ഓൾ ഓവർ ദ പിച്ച് അറ്റാക്കിംഗ് ഏരിയാസിൽ എല്ലാത്തിലും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യണത്. റൈറ്റിലായിക്കോട്ടെ, ലെഫ്റ്റിലായിക്കോട്ടെ, സെൻട്രലിലായിക്കോട്ടെ. എനിക്ക് തോന്നുന്നത് അതും കൊപ്പ ഡെൽ റേ ഗെയിമിലായാലും സിറ്റിയുടെ അഗേൻസ്റ്റുള്ള ക്യാമിയോ കണ്ടപ്പോഴായാലും എനിക്ക് തോന്നുന്നു ഹി വുഡ് വർക്ക് വെൽ വിത്ത് എൻട്രിക്. അതെങ്ങനെ ചാബി അലോൺസോ ചെയ്യുന്നറിയില്ല. അതിനാരെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻട്രിക്ക് ഇത്രയും നാൾ ബെഞ്ചിലിരുന്നിട്ടും അത്യാവശ്യം നല്ല പോസിറ്റീവ് സൈനാണ് 2 മാച്ചുകളായിട്ട് കാണിച്ചത്. അപ്പോൾ എൻട്രിക്ക് സസ്പെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ എൻട്രിക്കിന് ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓവറോൾ ഇന്നലെ ഡീസൻറ്റ് ഗെയിം ആയിരുന്നു മാഡ്രിഡിന്. സ്റ്റിൽ നോട്ട് അപ് ടു ദെയർ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ വീണ്ടും പറയണം, അവർക്ക് ആ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രീമിയർ ലീഗിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നലെ 6 മണിക്ക് നടന്ന കളിയാണ് ന്യൂകാസിൽ വേഴ്സസ് ചെൽസി. ക്ലിയർലി അത് സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയൊരു ബിഗ് ടീമിന്, അല്ലെങ്കിൽ ബിഗ് ടീമിനെ പറയുക, കാര്യം ചെറിയ ടീംസിനോടൊക്കെ ഒരു സമയത്ത് പോയി തോക്കും സെൻറ്റ് ജെയിംസ് പാർക്കിൽ. പക്ഷേ ബിഗ് ടീംസിന് സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയൊരു റിസൾട്ട് ഗ്രൈൻഡ് ഔട്ട് തന്നെ ചെയ്യണം. അവിടെ പോയി നല്ലോണം ജയിക്കാൻ ഭയങ്കര പാടാണ്. ലാസ്റ്റ് മിനിറ്റിലോ അല്ലെങ്കിൽ ന്യൂകാസിൽ തന്നെ നമുക്ക് ഇട്ട് തരണം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റും. അല്ലാതെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയി ജയിക്കുക, എസ്പെഷ്യലി അണ്ടർ എഡി ഹൗ, ഭയങ്കര പാടാണ്. ആൻഡ് ചെൽസിയുടെ ഇന്നലത്തെ മാച്ച് 2-2 ആയിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു വോൾട്ടമാഡയുടെ ഗോളാണ്, 2 വോൾട്ടമാഡയുടെ ഒരു ബ്രേസും, അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ റിജെയിംസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രീ കിക്കായിരുന്നു. ആൻഡ് ഒരു എററിൽ ജോ പെഡ്രോ ഗോൾ അടിക്കുകയും ചെയ്തു മലിക് തിയാവോടെ. അപ്പോൾ ഇന്നലത്തെ ഗെയിം നോക്കുകയാണെങ്കിൽ ലൈനപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞൊരു ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോൾ. ലിവറമെൻറ്റോ ഇഞ്ചോർഡ് കാര്യം എനിക്കറിയില്ലായിരുന്നു. നോക്കുമ്പോൾ മൈലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മൈലി ഒരു മിഡ്ഫീൽഡറാണ്. മൈലിക്ക് 19 വയസ്സുള്ളൂ. പുള്ളിയെ പിടിച്ച് എഡി ഹൗ റൈറ്റ് ബാക്ക് ഇട്ടു. ആൻഡ് ജേക്കബ് റാംസിയാണ് സ്റ്റാർട്ട് ചെയ്തത്, ടൊണാലി ആൻഡ് ബ്രൂണോ ഗുമാറസ്. അപ്പോൾ റാംസിനെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ജോലിൻടൺ ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു. അതിൻ്റെ കൂടെ റാംസിനെ ഇട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ മൊബിലിറ്റിയാണ്, ഇച്ചിരി കൂടെ ഇൻറ്റൻസ് ആക്കാൻ വേണ്ടി തന്നെയാണ്. റാംസി ആ ഫസ്റ്റ് 45 മിനിറ്റ് നല്ല പണിയെടുത്തു. റാംസി വിത്ത് ടൊണാലിയുടെ അത്ര ഫിസിക്കാലിറ്റി എന്നേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ ഓഫ് ദ ബോൾ വർക്ക്, ടൊണാലി അന്യായ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് എടുക്കുന്നൊരു പ്ലെയറാണ്. അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് റാംസി
വർക്ക് ചെയ്തത് ഇന്നലെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഗോളടിച്ച വോൾട്ടമാടെ ഗോർഡൻ പിന്നെ ഗോർഡൻ കഴിഞ്ഞിട്ടും നല്ലോണം ആ പിച്ചിൽ പെർഫോം ചെയ്തത് ജേക്കബ് റാംസി ആയിരുന്നു. ആൻഡ് ഇന്നലെ ന്യൂക്കാസിലിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആയിരുന്നു, മാൻ ടു മാൻ പോവുകയാണ് ചെയ്തത്. അത് ഹാൻഡിൽ ചെയ്യാൻ ചെൽസിക്ക് പറ്റിയില്ല. അതായത് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് എത്ര അടിപൊളി ടീമായിട്ടും കാര്യമില്ല. ഏതൊരു ടീം നല്ലോണം ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഇടുന്നോ ആ ഒരു ടീമിനെ റിസൾട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 45 മിനിറ്റിൽ ചെൽസിക്ക് നിലം തൊടാൻ പറ്റിയിട്ടില്ല ന്യൂക്കാസിൽ അഗൈൻസ്റ്റ്. നിലത്തിരുത്തിയിട്ടില്ല ന്യൂക്കാസിൽ. കാര്യം മലോ ഗുസ്തോനെ പുള്ളി എൻസോ മറസ്ക മിഡ്ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ കാര്യം മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ നമ്പർ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് വോൾട്ടമാടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം വോൾട്ടമാടയുടെ കാര്യം പറയാം. വോൾട്ടമാടേനെ പറ്റി പറയുമ്പോഴേ മലോ ഗുസ്തോനൊക്കെ പറ്റി പറയാൻ പറ്റും. അതായത് വോൾട്ടമാട താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ പുള്ളി റീസ് ജെയിംസിനെയും പുറത്തോട്ട് ഡ്രാഗ് ചെയ്യാണ്, പുള്ളി വെസ്ലി ഫൊഫാനേനെയും പുറത്തോട്ട് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഈ 2 പേരെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഗോർഡന് ഓടാൻ ഏക്കസ് ഓഫ് സ്പേസ്. അപ്പോൾ ഈ ഗോർഡനെ ട്രാക്ക് ചെയ്യാൻ മലഗുസ്തോ ഓടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ ഫുൾ ടൈം മലഗുസ്തോ ഗോർഡൻ്റെ പുറകെയായിരുന്നു. ആൻഡ് 2-3 ഇൻസ്റ്റൻസിൽ ഫൗൾ വിൻ ചെയ്യുന്നത് കണ്ടു, മലഗുസ്തോന് ഒരു യെല്ലോ കാർഡ് കിട്ടുന്നത് കണ്ടു. അപ്പോൾ അങ്ങനത്തെ ഒരു, അതായത് വോൾട്ടമാടെ ഒരു മാഗ്നറ്റാണ്. സിറ്റി ഗെയിം എനിക്ക് സിറ്റി വേഴ്സസ് ന്യൂക്കാസിൽ കണ്ടവർക്ക് മനസ്സിലാവും. അതായത് ഭയങ്കര ഒരു ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാണ് സെൻറ്റർ ബാക്സിനായാലും ഡിഫൻസ് മിഡ്ഫീൽഡേഴ്സിനായാലും ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അവിടെ വലിയൊരു സ്പേസ് ഓപ്പൺ അപ്പോൾ മാൻ ടു മാൻ പോവുകയും ചെയ്തു. ഈ വോൾട്ടമാട നല്ല രീതിക്ക് പ്ലെയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ ഡ്രാഗും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 45 മിനിറ്റ് നിലത്തിരുത്തിയിട്ടില്ല, വോൾട്ടമാട 2 ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് 45 മിനിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ പ്രീമിയർ ലീഗിൽ കളി സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് വെച്ചപ്പോൾ എഡിഹാവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇനി എന്താണ് 45 മിനിറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ ചെയ്തത് തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ 45 മിനിറ്റ് ആയപ്പോൾ ന്യൂക്കാസിൽ രണ്ടാമത്തെ ഹാഫായപ്പോൾ ന്യൂക്കാസിൽ ഇൻറ്റൻസിറ്റി ഡൗൺ ചെയ്ത പോലെ തോന്നി. ആൻഡ് അതിൻ്റെ കൂടെ ചെൽസി മാൻ ടു മാൻ പോയപ്പോൾ പിന്നെ ചെൽസിയുടെ കയ്യിലായി ഗെയിം. ചെൽസി കൺട്രോൾ എടുത്തു, ഫുൾ കൺട്രോൾ ചെൽസിയുടെ കയ്യിലായിരുന്നു. ചെൽസി ഗെയിം കയ്യിലായിരുന്നു ചെൽസിയുടെ. അത് കഴിഞ്ഞ് റീസ് ജെയിംസിൻ്റെ ഒരു ഫ്രീ കിക്ക് വന്നു, അത് ബ്യൂട്ടിഫുൾ ഫ്രീ കിക്ക്, എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്ന് കറൻ്റ്ലി എനിക്കൊന്ന് ഓരോ ക്ലബിനും അവരവരുടെ പ്ലെയർ ഓഫ് ദ സീസൺ ഉണ്ടാവും ഇതുവരത്തെ പെർഫോമൻസ് വെച്ച്. ആൻഡ് റീസ് ജെയിംസ് എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോളേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അത് ഓൾ ആക്ഷൻ ഫുട്ബോളറാണ്. അത് മിഡ്ഫീൽഡറെന്നും പറയാൻ പറ്റില്ല, ഫുൾ ബാക്കെന്നും പറയാൻ പറ്റില്ല. പാസിങ് റേഞ്ച് അടിപൊളിയാണ് പുള്ളിയുടെ, ഡ്യുവൽ വിൻ ചെയ്യുന്ന കേപ്പബിലിറ്റി അടിപൊളി. ഇപ്പോൾ തന്നെ ഡെഡ് ബോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഹീസ് ബിൻ ബ്യൂട്ടിഫുൾ ഈ സീസൺ. ആൻഡ് പുള്ളി ഹോപ്പ്ഫുള്ളി ടച്ച് കൊടുന്നും പറ്റാതിരിക്കട്ടെ, പുള്ളി ഇഞ്ചുറി റെസിസ്റ്റൻ്റായി നിൽപ്പുണ്ട് ഇതുവരെ. ചെൽസിക്ക് ഇത്രയും ഇഞ്ചുറി, യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വന്ന സൈഡാണ് ചെൽസി. അപ്പോൾ എന്നിട്ടും പുള്ളി ഇഞ്ചുറി ഒന്നും വരാതെ കളിക്കുന്ന, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. പുള്ളി ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആൻഡ് പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലിറ്ററലി ടീമിനെ ക്യാരി ചെയ്യുന്നത്. അതായത് റീസ് ജെയിംസിനെ സബ് ചെയ്ത് കളഞ്ഞാലോ റീസ് ജെയിംസിനെ ഐസൊലേറ്റ് ചെയ്താലോ ചെൽസി സ്ട്രഗിൾ ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആൻഡ് ഇന്നലെ സെക്കൻഡ് ഹാഫ് ചെൽസിയുടെ കയ്യിലായിരുന്നു ഗെയിം. എൻ്റെ മലിക് തിയാവോടെ ഒരു എറർ ഇല്ലാതെ ചിലപ്പോൾ ചെൽസി രണ്ടാമത്തെ അടിക്കില്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ മലിക് തിയാവോടെ ഒരു എറർ വന്നു. ഹി വാസ് ഫ്ലോലെസ് സ്റ്റിൽ ദെൻ. അത് കഴിഞ്ഞാൽ ഒരു എറർ വന്നു, ജോ പെഡ്രോ പോയി അടിച്ചു, 2-2. എന്നിട്ടും സ്റ്റിൽ എവർട്ടൺ ഗെയിം കണ്ട പോലെ തന്നെ ന്യൂക്കാസിൽ ഗെയിമുകൾ ചെൽസി ഗെയിമുകൾ കിൽ ഓഫ് ചെയ്യാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം. അതായത് ലാസ്റ്റ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ചെൽസിക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇവരെന്തൊക്കെയോ അതായത് ഗെയിം മാനേജ്മെൻറ്റ് വളരെ പൂറായിട്ട് തോന്നി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഗെയിം മാനേജ് ചെയ്യാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കേണ്ട പ്ലെയേഴ്സ് സസ്പെൻഡഡോ ഇഞ്ചോർഡോ ആയതുകൊണ്ടാവും. കാര്യം സത്യം പറഞ്ഞ് എൻസോ ഫെർണാണ്ടസ് വന്നു, അത് കഴിഞ്ഞ് കൈസഡോ ശരിക്കും ഒരു 45-50 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡായി തോന്നി എനിക്ക് പേഴ്സണലി. അതിൻ്റെ കൂടെ തന്നെ കുക്കുറയും അതായത് ചില കോർ പ്ലെയേഴ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് അവരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഇപ്പോൾ ഇഞ്ചോർഡ് ആയതുകൊണ്ടാണോ അതോ മറസ്കക്ക് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയാം. എനിക്കൊന്ന് എസൂഗോ ഇഞ്ചോർഡാണ് ചെൽസിയുടെ. എനിക്കൊന്ന് എസൂഗോ ഉണ്ടായിരുന്ന മിക്കവാറും കൈസഡോനൊരു 50-60 മിനിറ്റ്സ് ആകുമ്പോൾ സബ് ചെയ്ത് കളയായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓവറോൾ വെരി ഗുഡ് റിസൾട്ട് ഫോർ ചെൽസി എന്ന് ഞാൻ പറയും. കാര്യം കഴിഞ്ഞല്ലോ ഇവിടെ പോയി തോറ്റതാണ് ചെൽസി. അപ്പോൾ ഇപ്പോൾ ഒരു 2-2 ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഓഫുൾ ഡിഫെൻഡിങ് ആണ് ചെൽസിയുടെ സൈഡിൽ നിന്ന് 45 മിനിറ്റ് ഫസ്റ്റ് 45 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് അടുത്ത 45 മിനിറ്റ്സിലാണ് ഇവർക്ക് ബോധം വെക്കുന്ന പോലെ തോന്നിയത്. അത് അപ്പോഴാണ് ടേൺ അപ്പ് ചെയ്ത പോലെ തോന്നിയത്. അപ്പോൾ അത് ചെൽസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നോക്കാൻ. ചെൽസി ഇപ്പോൾ 4th. അപ്പോൾ സെയിം വിത്ത് ലിവർപൂൾ. അപ്പോൾ നമുക്ക് ലിവർപൂളിൻ്റെ കളി പറയുമ്പോൾ അത് പറയാം. ആൻഡ് അടുത്തത് നടന്നത് മാൻ സിറ്റി വേഴ്സസ് വെസ്റ്റ് ഹാം. അത് വലിയ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. അതായത് വെസ്റ്റ് ഹാം എത്ര നല്ല ടീമായാലും കുറച്ച് നാളായിട്ട് സിറ്റിയുടെ ചെണ്ടയാണ്. അപ്പോൾ
സിറ്റിയുടെ കയ്യിൽ നിന്ന് സത്യം പറഞ്ഞാൽ നിറച്ച് ഗോള് വീഴേണ്ടതായിരുന്നു സിറ്റിയുടെ കയ്യിൽ നിന്ന്. പക്ഷേ സ്റ്റിൽ സിറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയിം മാനേജ് ചെയ്തു, അവർ കൺട്രോളിൽ വെച്ചു ഗെയിം, അവർ നോർമലായിട്ട് തന്നെ കളിച്ചു. അപ്പോൾ ഇന്നലെ ഹാലൻഡിൻ്റെ 2 ഗോളും റെയിൻഡേഴ്സിൻ്റെ 1 ഗോളിലുമാണ് സിറ്റി ജയിച്ചത്. സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനില്ല, കാര്യം ഒരു എക്സ്പെക്റ്റഡ് വിന്നാണ്. നമ്മൾ കളി കണ്ടില്ലെങ്കിലും നമ്മൾ സ്കോർ നോക്കിയില്ലെങ്കിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഔട്ട്കം എന്ന്. കാര്യം വെസ്റ്റ് ഹാം അത്ര മോശമാണ് ആൻഡ് സിറ്റി ഇപ്പോൾ കറൻ്റ്ലി ദേ ആർ ഇൻ എ വിന്നിങ് സ്ട്രീക്ക്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി സിറ്റി കാണിക്കും. സിറ്റി അവരുടെ ഫുൾ ത്രോട്ടിൽ പോലും അല്ല ഇപ്പോൾ. ആൻഡ് പെപ് ഗോർഡിയോളയ്ക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ ഫോർ ദ വേ ദേ പ്ലേ, എസ്പെഷ്യലി പെപ് ലൈൻഡേഴ്സ്. പെപ് ലൈൻഡേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിക്ക് കാണാനുണ്ട് ആ ടീമിൽ, അത് നല്ലോണം എവിഡൻ്റ് ആണ്. അതിൻ്റേതായ ഫ്ലോസ് അവർക്കുണ്ട് അഗെയിൻസ്റ്റ് ടീംസ്. അത് നമ്മൾ ലീഡ്സിൻ്റെ അഗെയിൻസ്റ്റ് കണ്ടതാണ്, നമ്മൾ ഫുള്ളമിൻ്റെ അഗെയിൻസ്റ്റ് കണ്ടതാണ്. പക്ഷേ സ്റ്റിൽ ദേ മാനേജ് ടു ഗ്രൈൻഡ് ഔട്ട് റിസൾട്ട്സ്. പക്ഷേ ഇന്നലെ വെസ്റ്റ് ഹാം ഭയങ്കര പാസീവായിരുന്നു. ഇന്നലെ വെസ്റ്റ് ഹാമിന് ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിൻ്റെ അഭാവമുണ്ട്, സത്യമാണ്. ന്യൂനോന് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ന്യൂനോ ഇടയ്ക്ക് വെച്ച് വന്ന് കയറിയതാണ്, പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കയറിയതാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലും. പക്ഷേ സ്റ്റിൽ ഇത് വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. കാര്യം അവിടെയുള്ള പ്ലെയേഴ്സിന് പൊതുവെ ക്വാളിറ്റി ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താവും വെസ്റ്റ് ഹാമിൻ്റെ അവസ്ഥ നോക്കാൻ. ഇപ്പോൾ സിറ്റി സെക്കൻഡാണ്, ഇന്നലെ ഫസ്റ്റ് ആയിരുന്നു. ആഴ്സണൽ ഗെയിം കഴിയുന്നവരെ ഇപ്പോൾ 2 പോയിൻ്റ് ഗ്യാപ്പിൽ സെക്കൻഡാണ് വിത്ത് ഫസ്റ്റ് ആഴ്സണൽ നിൽക്കുമ്പോൾ. ഇൻട്രസ്റ്റിംഗ് ടൈംസ്, നമുക്ക് നോക്കാം എന്താകുന്നു. അടുത്ത കളി 11 മണിക്ക് നടന്ന സ്പേഴ്സ് വേഴ്സസ് ലിവർപൂളാണ്. സ്പേഴ്സ് വേഴ്സസ് ലിവർപൂളിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം 6-3 ലിവർപൂൾ ജയിച്ച കളിയാണ്. അപ്പോൾ ഇന്നലത്തെ കളിയിലോട്ട് വരുമ്പോൾ തന്നെ ലൈനപ്പ് കണ്ടാൽ മനസ്സിലാവും, ഒരു 4-5-1 എന്നുള്ള രീതിയിലാണ് ഇറക്കിയത്. 4 മിഡ്ഫീൽഡേഴ്സിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പിച്ചിൽ. ഒരു ഫോർവേഡായിരുന്നു, ഒരു അറ്റാക്കറായിരുന്നു, എക്കിറ്റിക്കായിരുന്നു, വേർഡ്സ് വാസ് ദർ, മെക്കാലിസ്റ്റർ, ജോൺസ്, ഗ്രാംബർട്ട്, സൊബോസ്ലൈ എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഗോമസ് ഇഞ്ചോർഡ് ആയതുകൊണ്ടാണ് ബ്രാഡ്ലി റൈറ്റ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ലെഫ്റ്റ് ബാക്ക് ഓഫ് കോഴ്സ് കെർക്കസ്, സെയിം സെൻറ്റർ ബാക്ക് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് സ്നൂസ് ഫെസ്റ്റ് ആയിരുന്നു. ഉറക്കം വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചായ വെച്ച് കുടിച്ചു, അത്ര ഉറക്കമായിരുന്നു. അപ്പോൾ അതായത് വളരെ ബോറിംഗ് ആയിരുന്ന ഗെയിമായിരുന്നു. നമുക്കറിയാം ഫ്രാങ്കിൻ്റെ അണ്ടറിൽ ഈയിടെ അല്ല, ഫ്രാങ്ക് വന്നാൽ പിന്നെ എങ്ങനെയാണ് സ്പേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നതെന്നറിയാം. അതായത് വളരെ പാസീവായി മിഡ് ബ്ലോക്ക് ഇട്ട് വിങ് പ്ലേയിലൂടെ കളിക്കുക, അതാണ് സ്പേഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ലിവർപൂൾ ചെന്നിട്ട് പ്രോപ്പർ ഒരു അവേ ഗെയിം പോലെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒരു 1-0 ഹോമിൽ ജയിച്ചിട്ട് സെക്കൻഡ് ലെഗ് അവേ പോയിട്ട് അവിടെ ചെന്ന് സിറ്റ് ബാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ ലിവർപൂൾ പോയത്. അവിടെ ചെല്ലുക, വളരെ പാസീവായിട്ട് നിൽക്കുക, അതായത് റിസ്ക് എടുക്കണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം, അവരെ പ്രസൻറ്റ് ചെയ്യേണ്ട അവർ വേണമെങ്കിൽ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് ഉള്ള രീതിയിൽ. അതായത് സ്ലോട്ടിന് അറിയാം ഈ സ്പേഴ്സ് ടീമിനെ കൊണ്ട് വിങ് പ്ലേ മാത്രമേ പറ്റൂ, സെൻട്രൽ പ്രോഗ്രഷൻ ഇല്ല, 0 സെൻട്രൽ പ്രോഗ്രഷനാണ്. മിഡ്ഫീൽഡേഴ്സിനെ എല്ലാത്തിനെയും കൂടെ നടുക്കൊണ്ട് വാരിയിട്ടിട്ട് ജസ്റ്റ് പൈൽ അപ്പ് ദ പിച്ച് മൊത്തം അങ്ങ് നിറയ്ക്കുക, പിച്ചങ്ങ് നിറച്ചു. ആൻഡ് അത് സ്പേഴ്സിന് ഹാൻഡിൽ ചെയ്ത്, അത് ഞാൻ ഇടക്കിടക്കിനകത്ത് പറയുന്നത്, സ്പേഴ്സിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശം ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള സൈഡ്സിലൊന്നാണ് പ്രീമിയർ ലീഗിൽ. അപ്പോൾ അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. ലിവർപൂളിൻ്റെ അഗേൻസ്റ്റ് നല്ല കളിക്കുമ്പോഴും അവർക്ക് 1-2 പാസുകൾ പോലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സെയിം വിത്ത് ലിവർപൂളിന് തന്നെയായിരുന്നു ഫസ്റ്റ് 45 മിനിറ്റ്സിൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രാഡ്ലിക്ക് ഇഞ്ചുറി വന്നു. ബ്രാഡ്ലീനെ വലിച്ചിട്ട് ഇസാക്കിനെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ 2 സ്ട്രൈക്കേഴ്സ് അപ്പ് ടോപ്പ്, അതിൻ്റെ താഴെ ഒരു ഡയമണ്ട് പോലെ 3 മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ഡയമണ്ടിൻ്റെ ടിപ്പിൽ വേർഡ്സ്. അപ്പോൾ ഇങ്ങനെ കളിച്ചു. 56-ാമത്തെ മിനിറ്റാണ് ഇസാക്കിൻ്റെ ഗോൾ വരുന്നത്. ആൻഡ് അതൊരു എററാണ്, പക്ഷേ സ്റ്റിൽ നല്ല കോമ്പിനേഷൻ ആയിരുന്നു വിത്ത് ദ 2 സ്ട്രൈക്കേഴ്സ് ആൻഡ് ദി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അപ്പോൾ അങ്ങനെ ഗോൾ വരുന്നു. അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ട ഒരു കാര്യം, ചാവി സിമോൺസിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു. ചാവി സിമോൺസ് വാൻഡൈക്കിൻ്റെ കാഫിൽ പോയിട്ടൊരു ബൂട്ട് സ്റ്റഡ്സ് സ്ലൈഡ് ചെയ്തിട്ട് റെഡ് കാർഡ് കിട്ടി. അപ്പോൾ 10 men ആയ സ്പേഴ്സ് വേർ ബെറ്റർ ദൻ 11 men ലിവർപൂൾ. അതാണ് അതിലും വലിയ കോമഡി. അവർ ഇച്ചിരി കൂടെ അഗ്രസീവായി, അവർ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ്, അതായത് ഒരു വലിയ ബാധ്യത അവരുടെ തലേന്ന് ഒഴിവായ പോലെയായിരുന്നു ചാവി സിമോൺസ് പോയപ്പോൾ. അത് കഴിഞ്ഞ് അവർ ഭയങ്കര ഡയറക്റ്റായി കളിക്കാൻ തുടങ്ങി. സ്റ്റിൽ ലിവർപൂൾ വലുതായിട്ടൊന്നും ഓപ്പർച്യൂണിറ്റി ഒന്നും കൺസീഡ് ചെയ്തില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് ഇസാക്കിൻ്റെ ഗോൾ വന്നു 56-ാമത്തെ മിനിറ്റിൽ. അത് കഴിഞ്ഞ് ആ ഗോൾ അടിച്ചതും വാൻഡിവൻ്റെ ചാലഞ്ച് ക്ലിപ്പ് ചെയ്ത് ഇസാക്ക് നിലത്ത് വീണിട്ട് അത് ACL എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ കളി തീർന്ന ഒരു 10-50 മിനിറ്റ് വരെ. അത് കഴിഞ്ഞ് റിപ്പോർട്ട്സ് വരാൻ തുടങ്ങി അതൊരു ആങ്കിൾ ഇഞ്ചുറി, ലോവർ ഫുട്ട് ഇഞ്ചുറിയാണ്, നോട്ട് എ നീ എന്ന് കേൾക്കുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി വിൽ സി എന്താവും ഇസാക്കിൻ്റെ കാര്യം എന്ന്. ഹി പ്ലേഡ് വെരി വെൽ. ആ വന്ന് കയറിയൊരു 10 മിനിറ്റ് നല്ലോണം കളിച്ചു ഇസാക്ക്. അത് കഴിഞ്ഞാണ് ഇഞ്ചുർഡായി പോയത്. അപ്പോൾ ഇസാക്കിനെ സബ് ചെയ്തിട്ടാണ് ഫ്രിംപോങ് വരുന്നത് ടീമിലോട്ട്, ലൈനപ്പ് പിച്ചിലോട്ട്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിംപോങ്ങിൻ്റെ ഒരു ക്രോസ് ഡിഫ്ലക്റ്റഡായി എക്കിട്ടിക്ക് ഹെഡ് ചെയ്തത് ഗോളടിക്കുന്നു. അപ്പോഴേ റൊമേറോന് യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് ചാൻസുകൾ കൺസീഡ് ചെയ്യാണ്. അതായത് അത് കഴിഞ്ഞ് പിന്നെ XG കൂടുന്നുണ്ടോ ഇല്ലയോ, അതായത് ചാൻസുകൾ അതായത് ഓൺ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ചാൻസുകൾ കാണാൻ പറ്റില്ല, പക്ഷേ സ്റ്റിൽ സ്പേഴ്സ് ഡേഞ്ചറസ് ആയി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രിംപോങ്ങിനൊരു ഒരു എൽബോ കൊണ്ടിട്ട് ഫ്രിംപോങ് റെഫറിയിട്ട് തട്ടിക്കയറുന്നുണ്ടപ്പോഴത്തേക്കും അത് കണ്ട് പേടിച്ചിട്ട് ആർനെ സ്ലോട്ട് ഫ്രിംപോങ്ങിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഓവറോൾ ഒരു സർക്കസ് ആയിരുന്നല്ല കാര്യം. പുള്ളിക്ക് സബ് ചെയ്ത് കളയാൻ വേറെ പ്ലേയേഴ്സും ഇല്ല ബെഞ്ചിൽ. അതിൻ്റെ കൂടെ ഫ്രിംപോങ് ആണെങ്കിൽ അത് പോസ്റ്റ് മാച്ച് സ്ലോട്ട് പറയുകയും ചെയ്തു. അതായത് പുള്ളി റെഫറിയായിട്ട് അടിയുണ്ടാക്കി 10 പേരായിട്ട് ചുരുങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് ഫ്രിംപോങ്ങിൻ്റെ അടുത്ത് കളഞ്ഞതെന്നാണ് പറഞ്ഞത്. കാര്യം ഒരു എൽബോ കിട്ടിയതാണ്, എൽബോ കിട്ടി ചുണ്ടു മുറിഞ്ഞു, അതിന് പുള്ളി റെഫറിയായിട്ട് തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോഴാണ് പുള്ളിയെടുത്ത് സബ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് റിച്ചാർലിസം വന്നപ്പോൾ കളി ഒരു സർക്കസ് ആയിരുന്നു. കളി വേറൊരു കോമഡി കളിയായപ്പോൾ എനിക്ക് കണ്ടിട്ട് പേഴ്സണലി ആസ് എ വ്യൂവർ എനിക്ക് എങ്ങനെയാണത് റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങളുടെ അടുത്ത്. അതായത് ബോൾ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു, അങ്ങനെയാണ് ഒരു ഗോളും വന്നത്. എവിടേക്കോ തട്ടിത്തിരിഞ്ഞ് റിച്ചാർലിസൺ അടിച്ചൊരു ഗോളായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് 10 മിനിറ്റ് ലിവർപൂൾ കിടന്ന് വേർക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ റൊമേറോന് കൊണാട്ടെ ചവിട്ടിയതിനൊരു യെല്ലോ കിട്ടി, റെഡായി, റൊമേറോയും പോയി. പിച്ചിൽ ഓൺ ഫീൽഡ് 8 പേരുള്ളൊരു ടീമിനെ അഗൈൻസ്റ്റ് ലിവർപൂൾ ഇരുന്ന് കഥകളി കളിക്കുന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ സ്റ്റിൽ ലിവർപൂൾ സംഭവം മാനേജ് ദ റിസൾട്ട് 2-1. ഇപ്പോൾ ചെൽസി ആയിട്ട് പോയിൻറ്റ്സ് ലെവലായി 5th ഉണ്ട്. ഗോൾ ഡിഫറൻസിൽ ചെൽസി മുകളിലാണ്. അപ്പോൾ അടുത്ത കളി വൂൾസാണ്. വിൽ സി എന്താവും. ഇതൊന്നും പോരാ, ഇറ്റ്സ് ജസ്റ്റ് എ ടെംപ്ലേറ്റ് പെർഫോമൻസ്. അത്ര വളരെ ഇമ്പ്രസീവ് ഒന്നും പറയാനൊന്നുമില്ല ഗെയിം. പക്ഷേ സ്റ്റിൽ ഒരു അവേ പെർഫോമൻസിൽ പോയി ഒരു തട്ടിക്കൂട്ട് പിന്നെ പറയാനുള്ളൂ. ചില ഗ്ലിംസസിൽ ഗെയിം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ആസ് എ വ്യൂവർ ഐ കാൺട്ട് ബ്ലെയിം ദ മാനേജർ. പുള്ളിക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇൻ ടേംസ് ഓഫ് ഹിസ് ജോബ്. ആൻഡ് പുള്ളിക്ക് കയ്യിലുള്ള പ്ലെയേഴ്സ് വെച്ച് കുറേ പ്ലെയേഴ്സ് ഇഞ്ചോർഡ് വേണം, സ്ഥലം പോവുകയും ചെയ്തു. അപ്പോൾ വിൽ സി എന്താവും അടുത്ത കളിയിൽ നിന്ന്. ആൻഡ് ഫോർ സ്പേഴ്സിന് നല്ല സമയമല്ല ഈ സീസണിൽ. അവരുടെ ഏറ്റവും ലോവസ്റ്റ് ടേബിൾ പൊസിഷനിലാണ് അവരിയ്ക്കുന്നത്. കാൺ ബ്ലെയിം ഫ്രാങ്ക് ടു ബി ഓണസ്റ്റ്. കാര്യം ആ ടീമിൽ 0 ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. ഒരാൾക്ക് പോലും ബോൾ കൈ വെക്കാനോ ബോൾ വെച്ച് തിരിയാനോ ബ്ലൈൻഡ് സൈഡഡ് ആയിട്ട് തിരിയാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സ്പേഴ്സ് ഉള്ളത്. അപ്പോൾ വിൽ സി എന്താവും ഈ 2 ടീമിൻ്റെയും കാര്യം. അടുത്തത് ഗെയിം ലേറ്റ് നൈറ്റ് ഗെയിമായിരുന്നു. ഗുഡ്സൺ പാർക്കല്ല, ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എവർട്ടൻ്റെ ഹോം ഗ്രൗണ്ടാണ്. എവർട്ടൺ വേഴ്സസ് ആഴ്സണൽ 1-0 യൊക്കിറസിൻ്റെ പെനൽറ്റിയിൽ ഇന്നലെ ആഴ്സണൽ ജയിച്ചു. ഗെയിം ഓവറോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇലിമാൻ ഇന്ത്യ ഉണ്ടായില്ല, ഇഡ്രസെ ഗാനഗോയ ഉണ്ടായില്ല. അപ്പോൾ ഐ എക്സ്പെക്റ്റഡ് ആഴ്സണൽ ടു ഡോമിനേറ്റ്, പറയാതിരിക്കാൻ പറ്റില്ല. എവർട്ടൺ അവയാണ് കഴിഞ്ഞ കൊല്ലം ദ ലോസ്റ്റ് ഓർ ഹാഡ് എ ഡ്രോ ദർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിക്സ്ചറിൽ ഇപ്പോഴത്തെ ഒരു ആഴ്സണൽ ഷുഡ് ബി വിന്നിങ് ദർ, കംഫർട്ടബിളി ജയിക്കണം. പക്ഷേ ഇന്നലെ ഓബ്രയൻ്റെ ഒരു ബാസ്കറ്റ്ബോൾ അറ്റംപ്റ്റിലാണ് ആഴ്സണലിൽ പെനൽറ്റി കിട്ടുന്നത്. അത് സാക്ക ഓർ ഓഡെഗാർഡാണ് യൂഷ്വലി എടുക്കാറ്. എനിക്കൊന്ന് യോക്കിറസിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും യോക്കിറസിന് കൊടുത്തത്. യോക്കിറസ് അത് അടിച്ചു. എനിക്കൊന്ന് 17 പെനൽറ്റി എന്തോ യോക്കിറസ് കുറച്ച് സ്പാനിൽ അടിച്ചിട്ട് 17 പുള്ളി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇസ് ഗോട്ട് എൻ എക്സംപ്ലറി പെനൽറ്റി റെക്കോർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കളി തുടങ്ങുന്നത്. അതായത് ആഴ്സണൽ സ്റ്റാർട്ടഡ് സിറ്റിംഗ് ബാക്ക്. ആഴ്സണൽ സിറ്റ് ബാക്ക് ചെയ്യാൻ തുടങ്ങി. ആഴ്സണൽ പ്ലേ മൂവ് ചെയ്യുന്നില്ല, സെൻട്രൽ പ്രോഗ്രഷൻ ഇല്ല. ആഴ്സണൽ വിങ് പ്ലേ ചെയ്യാൻ നോക്കുമ്പോഴും സാക്ക ബോൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല. സെയിം വിത്ത് ട്രോസാർഡ് ഒരു ടച്ച് ലൈൻ വിങ്ങർ അല്ല. യു കാൺ ബ്ലെയിം ഹിം. ഹീസ് ഒരു ഇൻസൈഡ് ഫോർവേഡ് പോലത്തെ ഒരു പ്ലെയറാണ്. പുള്ളിയെ പിടിച്ച് ടച്ച് ലൈൻ ഹഗ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ ഓവറായിട്ട്. അതായത് ആഴ്സണലിൽ ഈ സീസണിൽ പകുതി, അതായത് ഒരു സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയിട്ട് ഒരു വിക്ടറി ഒക്കെ കിട്ടുന്ന സമയത്ത് ആഴ്സണൽ, അതായത് അർട്ടേറ്റ ഏറ്റവും കൂടുതൽ പ്രേസ് കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് വിങ്ങേഴ്സ് ആൻഡ് ഫുൾ ബാക്സ് തമ്മിലുള്ള റൊട്ടേഷൻസ്. അതായത് ടിംബർ സാക്കയുടെ പൊസിഷനിൽ വരിക, സാക്ക ഉള്ളിലോട്ട് കയറുക. അപ്പോൾ ഈ റൊട്ടേഷൻസ് ഇപ്പോൾ ഭയങ്കര, അതായത് ഈ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അതായത് വേണ്ടാത്ത പൊസിഷനിൽ ടിംബർ എത്തുക, സാക്ക ടിംബറിന് അറിയാത്ത പൊസിഷനിലുകൾ എത്തുക. അപ്പോൾ അത് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ 2 സൈഡുകൾക്ക്, ഫുൾ ബാക്സിനായിക്കോട്ടെ വിങ്ങേഴ്സിനായിക്കോട്ടെ. ആൻഡ് യോക്കിറസിന് സപ്ലൈ ഇല്ല. പക്ഷേ യോക്കിറസ് വെൻ ഹി ഗെറ്റ്സ് ദ ബോൾ നമുക്കറിയാം യോക്കിറസ് എന്താ ചെയ്യാൻ പോകുന്നത്. അത് സെൻറ്റർ ബാക്സിനും അറിയാം, ഓപ്പോസിഷൻ സെൻറ്റർ ബാക്സിനും അറിയാം. അവർ പെട്ടെന്ന് തന്നെ ബോൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് യോക്കിറസിൻ്റെ കയ്യിൽ നിന്ന്. 0 സെൻട്രൽ പ്രോഗ്രഷനാണ് ആഴ്സണലിൻ്റെ സൈഡിൽ, 0 ക്രിയേറ്റിവിറ്റി. അത് ഇറ്റ്സ് ഫുള്ളി ഓൺ മാർട്ടിൻ ഓഡെഗാർഡ്. മാർട്ടിൻ ഓഡെഗാർഡിന് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഒരൊറ്റ അസിസ്റ്റാണുള്ളത്. ഹി ഹസ് നോട്ട് ബീൻ കോൺട്രിബ്യൂട്ടിങ് വെരി വെൽ. അത് വെച്ച് നോക്കുമ്പോൾ എസ് എ ഹാസ് ബീൻ മച്ച് ബെറ്റർ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓഡെഗാർഡിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അർട്ടേറ്റ ഡ്രോപ്പ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. ഈസ് എ ക്ലബ് ക്യാപ്റ്റൻ. അതിൻ്റെ കൂടെ തന്നെ എസേനെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എസേനെ ലെഫ്റ്റിൽ ഇടണം. അപ്പോൾ അത് 0
ആ ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയി പോകണം ആഴ്സണലിൻ്റെ. അപ്പോൾ ദേ വൺ ദ ഗെയിം 1-0 വെരി ഗുഡ്. പക്ഷേ സ്റ്റിൽ ഈ ഒരു സ്ക്വാഡ് വെച്ച് ഇസ് നോട്ട് ദ പെർഫോമൻസ് യു എക്സ്പെക്റ്റ്. അപ്പോൾ ടേബിളിൽ ഫസ്റ്റാണ്, ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റാണ്. അപ്പോൾ യു വോണ്ട് ടു വിൻ ട്രോഫീസ്. ഇത് പോരാ. കാര്യം അതായത് ഇത്ര റിസർവ്ഡ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയ ആൻഡ് അതായത് ഇപ്പോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിക്ഫോർഡ് സേവ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ തട്ടി പുറത്തു പോകുക, അതല്ല. ദേ ഹവ് ബിൻ ക്രിയേറ്റിംഗ് 0 ഫ്രം ഓപ്പൺ പ്ലേ. ഇന്നലെ ആയാലും വൂൾഫ്സ് ഗെയിമിലായാലും അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. അത് ആഴ്സണൽ എങ്ങനെ ഫിക്സ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.